വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതുപോലെ നല്ല കുറുകിയ ചാറോടുകൂടി ഈ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നെയ്ച്ചോറിൻ്റെയും അപ്പം, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫിൽ ചേർക്കാനായി ഞാൻ 3 പച്ചമുളകും 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ 15 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കണം. ഇത് 1 കിലോ ബീഫുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കറിക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. കറിക്ക് ഗ്രേവി കിട്ടാനായി ഇതുപോലെ ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർക്കാം. ഇനി 1 തണ്ട് കരിവേപ്പിലയും ഇട്ട് ബീഫിലേക്ക് മസാലയെല്ലാം പിടിക്കാനായി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കറിക്ക് ആവശ്യമായ 1 കപ്പ് ചൂടുവെള്ളവും ഒഴിച്ച് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടച്ചു വെച്ച് ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്ന ശേഷം ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വെച്ചതേയുള്ളൂ. ബീഫ് നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഓരോ കുക്കറിനെ അനുസരിച്ചായിരിക്കും ബീഫിൻ്റെ വേവ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ചാറൊക്കെ നല്ലപോലെ കുറുകി ബീഫൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും ഇതുപോലെ ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലയ്ക്കും ഇട്ട് കൊടുക്കാം. മസാല ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് 1 കപ്പ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് പച്ചമണം പോകുന്നവരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും ഇട്ട് മസാലയുടെ പച്ചമണം പോകുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 1 മിനിറ്റ് ഇതുപോലെ വഴറ്റിയാൽ മതിയാകും. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി വെന്ത് കിട്ടുന്നവരെ 2 മിനിറ്റ് നേരം കൂടി ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് എല്ലാം ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം. മസാലയ്ക്ക് ബീഫിൽ പിടിക്കാനായി അല്പം സമയം കൂടി ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് ചാറൊക്കെ ചെറുതായി ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ ഒന്ന് കുറുകി മസാലയ്ക്ക് ബീഫിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അവസാനം അല്പം കറിവേപ്പിലയും ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ഗ്രേവിയോട് കൂടിയ സൂപ്പർ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.